ഇങ്ങനൊരു വരുമാനമുള്ള നന്നായി. അത് ശരിയാ. ഇല്ലേ ഞാൻ നായി നയിക്കും പോലെ നയിച്ചിട്ട് ഇമ്മളെ രണ്ടാളും കൂടി കയ്യണ്ടീനു. അങ്ങനെ ഒരു കുത്തിയ വർത്താനോ? ഞാൻ കുത്തിയതല്ല, കാര്യം പറഞ്ഞതാ. പിന്നെ നാളെ രാവിലെ അത് ഉരിച്ചു വിറ്റിട്ട് എനിക്കൊരു കുക്കർ വാങ്ങിച്ചു തരണം. ഈടെയുള്ള കുക്കർ അവിടെ പോയി? അതിന് വിസിലില്ല. നിന്റെ ഒച്ചോണ്ട് തന്നെ നാട്ടുകാർക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പൊ കുക്കറും കൂടി ഇല്ലായിട്ടാ. ഇട്ടൂട്. ഓക്ക് കുക്കറില്ലായിട്ട് പേപ്പറിന്റെ പൈസയും കുറിന്റെ പൈസ ഒക്കെ കൊടുക്കണം. അതൊക്കെ ഇത് വിറ്റിട്ട് വേണം കൊടുക്കാൻ. നായിക്കൊന്നും ഉറക്കൂലേ? ബോസേ, നിങ്ങളെന്നെയാ ഹാവിൻ്റെ പീറ്ററട്ടാ? എന്തേ എൻ്റെ ഉള്ളൊന്ന് കിടങ്ങിട്ടോ? ഇതെന്താ കയ്യിൽ വടിയൊക്കെ ആയിട്ട്? നായിന്റെ ഭയങ്കര ശല്യ. ഒരു ധൈര്യത്തിനെടുത്ത് വെച്ചതാ. അല്ല, നിങ്ങളെന്താ അത്ര നേരത്തെ ഇറങ്ങി? ഇന്നത്തെ എൻ്റെ ടാർഗറ്റ് 2 വീടാ. വരുന്ന വഴിക്കൊക്കെ CC ക്യാമറയുടെ ശല്യമായതുകൊണ്ടേ ക്യാമറ ഇല്ലാത്ത വഴി നോക്കിയിട്ട് വരിക. അത് നന്നായി. എൻ്റെ ഇന്നത്തെ കഴിഞ്ഞോ? ഞങ്ങൾ എക്സ്റ്റീരിയർ കള്ളന്മാരല്ലേ, നിങ്ങളെ മാതിരി ഇൻറ്റീരിയർ അല്ലല്ലോ. ഞങ്ങൾക്ക് അങ്ങനെ നേരവും കാലമൊന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും ഞങ്ങളെ പണി കഴിയും. അടക്കിയല്ലേ? അതങ്ങനെ മനസ്സിലായി. എക്സ്പീരിയൻസ്. ഞാനിതൊക്കെ മണത്ത് കണ്ടുപിടിക്കും. വെറുതെ അല്ല ദൈവം എനിക്ക് വിശ്വവിഖ്യാതമായ മൂക്ക് തന്നത്. വിശ്വവിഖ്യാതമായ മൂക്കൊന്നുമില്ലെങ്കിലും ഞാനും മണത്ത് കണ്ടുപിടിക്കും. അരേ സാധനം ഉണ്ടല്ലേ അമ്പടെ കള്ള. നിങ്ങൾ പോലീസാണല്ലോ. എനിക്ക് സാധനം വേണോ? ഒരു ധൈര്യത്തിന് ബാഗ് എടുക്ക. ഇതൊന്ന് പിടിക്കുക. എങ്ങനെയുണ്ട്? എന്ത് കുടിയാണ് കുടിക്കുന്നത്? ഏതാ സാധനം? സ്വന്തം മേടാ. കൈകൊണ്ട് കൊടുക്കരുത് കേട്ടോ. എന്നാലേ നിങ്ങളെ പണി നടക്കട്ടെ, ഞാൻ പോവാ. ഇങ്ങോട്ട് തിരി, അതിനടക്കട്ടെ. നിങ്ങളെക്കാട്ടും വലിയ കള്ളന്മാരെ ഞാൻ കണ്ട. ഏതാടാ ചങ്ങായി? അതോ ഇവിടെ ഒന്നും കണ്ടു പരിചയമുള്ള ആളൊന്നല്ല. എന്തോ ഒരു ഉടായി പാടുള്ളത്. കള്ളനാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കണ്ടിട്ടൊരു കള്ളന്റെ ലക്ഷണമൊക്കെ ഉണ്ട്. എന്തായാലും ഒരു പണി കൊടുക്കാം. സാറേ, ഒന്ന് പെട്ടെന്ന് വരുമോ? ഒരു കള്ളനെ കിട്ടിയിട്ടുണ്ട്. അടയ്ക്ക ആണോ? അടയ്ക്കാണോ?
എന്താ അവിടെ പ്രശ്നം? സാറേ ഞാൻ പറഞ്ഞ ആൾ ഇതാണ്, ഇതാ കിടക്കുന്ന. ആള് നല്ല ഉറക്കാണല്ലോ സാറേ. ഡാ, ഡാ, നിക്കടാ, ഡാ. നിക്കടാ അവിടുന്ന്. സാർ എന്താ പേര്? മലബാർ മനുഷ്യൻ. ഈ അടിച്ച കൂതറന്റെ കാര്യമല്ലേ ചോദിച്ചു. എന്റെ പേരെന്താ? അത് ചന്ദ്രബോസ്. സാറ് ചന്ദ്രു എന്ന് വിളിച്ചോ? എന്താ ചാക്കില്? അടയ്ക്കാണ് സാറേ. അതെങ്ങനെ മനസ്സിലായി? കറക്റ്റാ. എവിടുന്നാ കെട്ടെടുത്തത്? രാത്രി ആയതുകൊണ്ട് പേരും അഡ്രസ്സൊന്നും ചോദിക്കാൻ പറ്റിയില്ല സാറ്. പക്ഷെ അതൊരു ഓടിട്ട വീടാ. ഓടിട്ട വീടാണെ കണ്ടുപിടിക്കാൻ സുഖ സാറേ. ഇപ്പൊ അധികം ഒന്നും ഉണ്ടാകില്ല. അത് ശരിയാ. എന്നാ ചാക്കെടുത്ത് നടക്ക്. എന്താ നോക്കുന്നേ? എണീക്കടാ. വെറും 2 കൊല്ലത്തെ പേപ്പറിന്റെ പൈസ കൊടുക്കാനല്ലേനാ ഇവൻ പോലീസുകാരെയും കൂട്ടി വരുന്നത്? ഇവിടുത്തെ ആള് ഞാനാ സാറേ. അതെ, നിങ്ങൾ ഇന്ന് തന്നെ ഒരു കംപ്ലൈന്റ് തരണം. എന്തേ? ഇത് ഇന്നലെ ഇവിടുന്ന് മോഷണം പോയി അടയ്ക്കുക. ഇവിടുന്ന ഇതെന്റെ അടയ്ക്കൊന്നല്ല. പച്ച കള്ളത്തരം പറയാ സാറേ. ഇത് ഇവിടുത്തെ അടയ്ക്കന്നാ. ഞാനെന്തിനാ സാറേ കള്ളത്തരം പറയേണ്ട കാര്യം? എന്റെ അടയ്ക്കല്ല. ഇവിടെ പറ്റിക്കാൻ നോക്കുന്നു. ഹാവ്, സത്യത്തിന്റെ ദേവത വരുന്ന ഏച്ചേ, നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കി. ഇത് ഇവിടുത്തെ ചാക്കു അടയ്ക്കല്ലേ? കണ്ട 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 അല്ലേ? ഞാൻ പറഞ്ഞില്ല സാറേ, ഞങ്ങളതല്ല. കൊള്ളയാ സാറേ അയാൾ അത്ര ഉറപ്പിച്ച് പറയണേ അത് ഇവിടുത്തെ ആയിരിക്കില്ല. സാറേ, ഞാൻ കളു പറയുന്നത്. അയ്യോ, നിന്നോട് ആരാടാ പറഞ്ഞത് ഇവിടുത്തെ അടയ്ക്കാണെന്ന്? അത് സാറേ ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഉപകാരപ്പ ഉപദ്രവായില്ലേ? ആയി. ഒന്ന് പോടേ. ഓ നിനക്ക് പത്രം കൊടുക്കാൻ പോണ്ടേ? പോ പോ പോ. സാറേ, എന്താ നോക്കിക്കണ്? അതെ, അതെ. വിട്ടോ. അടക്ക അതോടെ കേട്ടെ. വിട്ടോ വിട്ടോ വിട്ടോ. പോയേക്കാം. ഡേ അതെടുത്ത്. അപ്പൊ ഞങ്ങള് സാർ. ശരി. അല്ല സാറേ, കള്ളനില്ലാണ്ട് തൊണ്ടി കൊണ്ടുപോയിട്ട് എന്ത് കാര്യോ? അടക്കയ്ക്ക് നല്ല വിലയാ. വിറ്റ നല്ല പൈസ കിട്ടും. ആ പൈസ കൊണ്ട് എൻ്റെ ഭാര്യയ്ക്ക് ഒരു പ്രഷർ കുക്കർ വാങ്ങിച്ചു കൊടുക്കണം. മനസ്സിലായോ? തൊണ്ടി വിറ്റിട്ട് തന്നെ കുക്കർ വാങ്ങണല്ലേ? അല്ല, നിങ്ങൾ എന്ത് പണിയാ കാണിച്ചേ? എന്ത്? അവര് ചോദിക്കുമ്പോ പറയണ്ടേ അത് നമ്മുടെ അടയ്ക്കാണെന്ന്? നീ എന്ത് കണ്ടിട്ടാ? ഓരെങ്ങനെ സംശയം തോന്നിയിട്ട് ഈ പറമ്പ് കയറി പരിശോധിച്ചാല് നമ്മളെ പറമ്പിൽ ഒരൊറ്റ കങ്ങങ്ങാനുണ്ടാ. അപ്പൊ ആരാവുകയാണ് കള്ളൻ? ആ ശരിയല്ലേ?